പടച്ചോനെ, നിന്നോട് ദുആ ഇറക്കുന്നതിൽ ഞാൻ നിരാശനല്ല. ഞാൻ ചോദിക്കട്ടെ, മുഹിദ്ദീൻ മാലയിൽ മുസ്തഫൽ ഫൈസി എഴുതിയ വാക്കെന്തറിയോ? ചോദിക്കാൻ ഏറ്റവും അർഹം മൊയ്തീൻ ശേഖനോടാണ്. അള്ളഹാനോട് ചോദിച്ചാൽ കിട്ടുന്നുള്ളതിന് യാതൊരു തെളിവില്ല. അമ്പലക്കടവ് ഹമീദ് ഫൈസി പറഞ്ഞെന്തറിയോ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ലോക്കൽ KSRTC പോലെയാണ്, തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ബെൻസ് കാർ പോകുന്നതിന് തുല്യമാണ്. തങ്ങന്മാരോട് വിളിച്ചു പ്രാർത്ഥിച്ച ബെൻസ് കാർ വേഗത്തിൽ മൂപ്പര് ആക്ഷൻ തന്നെ കാണിച്ച എങ്ങനെ KSRTC അത് ലോക്കൽ. അപ്പൊ അള്ളാഹു ഒരു ലോക്കൽ KSRTC. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ومن الناس من يتخذ من دون الله اندادا يحبهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا. സൂറത്ത് ബഖറയിലെ 165-ാമത്തെ വചനമാണ്. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട് അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ അവർ പടപ്പുകളെ സ്നേഹിക്കും. നിങ്ങൾ നോക്കൂ, ഖുതുബിയത്ത് പാറൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയിൽ പറഞ്ഞു, അള്ളാഹ്ക്ക് 99 നാമഗുണവിശേഷങ്ങളുണ്ട്, മൊയ്തീൻ ശൈഖിനും 99 നാമഗുണവിശേഷങ്ങളുണ്ട്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സഹോദരാ ഇനി നമ്മളല്ലാത്തൊരാളില്ല. അമ്മായി, മൂത്തമ്മ, ഇക്കാക്ക, മരുമോനെ, നിന്റെ വിശ്വാസം അപകടമാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. അദാബ യൗമിൻ അദീം. ഇവിടുത്തെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ ലത്തീഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇവിടെ തൊട്ടടുത്തു വെച്ച് എന്റെ സ്റ്റേജ് കയ്യേറിയപ്പോ എന്നെ ചീച്ച വിളിച്ചു, അനാവശ്യം പറഞ്ഞു. ആവശ്യത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തോട് പോലും അനാവശ്യമായ ഒരു വാക്ക് ജീപ്പിൽ ഇരുന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? ഇത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമില്ല. മറിച്ച് വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, സംഘങ്ങളായി നരകത്തിലേക്ക് നടക്കൂ എന്ന് പറഞ്ഞ് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളെ നമ്മൾ ഉണ്ടാകരുത്. 39-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. മുജാഹിദുകളെ, പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹപ്രവർത്തകരെ, മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രബോധകരാണ് നമ്മൾ. നമുക്കാരോടും ദേഷ്യമില്ല, നമുക്ക് വിരോധമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്ന 9-ാം അധ്യായം സൂറത്ത് തൗബ 71-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അളഫുൽ ഈമാൻ എന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തോട് നമ്മൾ ഇത് പറയുന്നത്. സ്നേഹമാണ് ഞങ്ങൾക്ക് നിങ്ങളോട്. എന്നെങ്കിലും ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ചകൾക്ക് മുമ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്രവർത്തകൻ, ഞാൻ ഒരു നാട്ടിൽ ചെന്നപ്പോ എന്റെ അടുത്ത് വന്നു. സ്നേഹം കൊണ്ടോ എന്തോ അയാൾ എന്റെ കൈയിനെ തടവി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് ഈ സ്ഥലത്ത് ആദ്യത്തെ കല്ലേറ് നടത്തിയത് ഞാനാണ്. സ്റ്റേജിൽ വീണ ആദ്യത്തെ കല്ല് എന്റെ കല്ലായിരുന്നു. ഇന്ന് ആ കല്ല് നെഞ്ചിലേറ്റുവാങ്ങാൻ ഞാനിന്ന് സന്നദ്ധനാണ്. ഞാനിന്ന് തൗഹീദിന്റെ പാതയിലാണ്. സഹോദര, കേരളക്കരയിലുണ്ടായ വിപ്ലവം, ചങ്ങരംകുളത്ത് നടന്ന വിപ്ലവം, എറണാകുളത്തിന്റെ മണ്ണിൽ നടന്ന വിപ്ലവം, എറണാകുളം സ്റ്റേഡിയം പല തോന്നിവാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ച സ്റ്റേഡിയമാണ്. ശിർക്ക് വിളംബരം ചെയ്യാൻ ആ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സിനിമാ നടന്മാരെ പ്രശംസിക്കാൻ ആ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് എന്ന മൗലികമായ ആദർശത്തിന് വേണ്ടി ഒരുപക്ഷെ ആ സ്റ്റേഡിയത്തിന്റെ ചരിത്രത്തിൽ ആ മണ്ണ് ആനന്ദിച്ച ദിവസം നമ്മുടെ 6ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ദിവസമായിരിക്കും. പിന്നീട് ഇന്നലകളിൽ നടന്നുപോയ നമ്മുടെ സാൽവേഷൻ, ഇന്നും പലരുടെ ബോർഡിലും സാൽവേഷന്റെ മെസ്സേജ് അവസാനിക്കാതെ കാത്തു സൂക്ഷിച്ചത് ഈ ദേവത്തിന്റെ പാരമ്പര്യം